എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള അന്യാധീനപ്പെട്ട ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കണമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാന്റെ നിർദ്ദേശം കാറ്റിൽ പറത്തി. 2016 വന്ന നിർദ്ദേശത്തിൽ ഒരു നടപടിയും ദേവസ്വം ബോർഡ് സ്വീകരിക്കാത്തതിൽ വലിയ ദുരൂഹതയുണ്ടാകുന്നു. 2016 ഓംബുഡ്സ്മാൻ നൽകിയ നിർദ്ദേശങ്ങളുടെ പകർപ്പാണ് ജനം TV ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. വിവരങ്ങൾ അരുൺ കൊടുങ്ങൂരാണ് നൽകുന്നത്. അരുൺ കൊടുങ്ങൂർ, ഈ മണിക്കൂറിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഓംബുഡ്സ്മാൻ റിപ്പോർട്ട് 2016 വരുന്ന ഘട്ടത്തിൽ ചെറുവള്ളി എസ്റ്റേറ്റ് എന്നത് ദേവന്റെ ഭൂമിയാണ് എന്ന് കൃത്യമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഭൂമികൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ 2016 റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തെളിവുകളാണ് ഓംബുഡ്സ്മാൻ റിപ്പോർട്ടിൽ ഇത് ദേവന്റെ ഭൂമിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്? അരുൺ, നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസമാണ് ഈ പരമ്പരയുടെ ഭാഗമായി നമ്മൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്, രേഖാമൂലം പറഞ്ഞത്, തങ്ങളുടെ പക്കൽ നിന്നും കേവലം 400 ഏക്കർ ഭൂമി മാത്രമാണ് അന്യാധീനപ്പെട്ട് പോയിരിക്കുന്നതെന്ന് മാത്രമാണ് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ചെറുവള്ളി എസ്റ്റേറ്റിലേക്ക് ഈ അന്വേഷണം എത്തി നിന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ ആധികാരികമായ രേഖ, സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം 2203 ഏക്കർ ഭൂമി, 3 ഏക്കർ 4 സെന്റ് ഭൂമി ഈ ചെറുവള്ളി എസ്റ്റേറ്റ് അത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഭൂമിയാണ്. സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം അങ്ങനെ തന്നെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ രേഖകൾ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പക്കലുണ്ട്. ആ ഒരു സമയത്താണ് ഈ തർക്കഭൂമി എന്നുള്ള രീതിയിലേക്ക് ഈ ഭൂമി വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ എയർപോർട്ട് നിർമ്മിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ സംസ്ഥാന സർക്കാരും പോകുന്നത്. ഈ ഒരു സമയത്താണ് മറ്റൊരു ഏറ്റവും സുപ്രധാനമായുള്ള ഒരു രേഖ കൂടി നമ്മൾ പുറത്തുവിടുന്നത്. ഇത് ഇന്നും ഇന്നലെയും മാത്രമല്ല ദേവസ്വം ബോർഡിന് ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായി അറിയായിരുന്നത്. പക്ഷേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ, ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് ദേവസ്വം ഓംബുഡ്സ്മാൻ തന്നെയാണ് ആ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ആ മുന്നറിയിപ്പിൽ കൃത്യമായി പറയുന്നു, കോടികൾ മൂല്യം വരുന്ന ദേവസ്വം ഭൂമികൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ ചെറുവള്ളി എസ്റ്റേറ്റും ഉൾപ്പെടും. അതിന്റെ കൃത്യമായ രേഖകളൊക്കെ തന്നെയും ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്. ആ ഭൂമി തിരിച്ചു പിടിക്കാൻ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകണം. ഒരു കാരണവശാലും ഇത് അന്യാധീനപ്പെട്ടു പോകാൻ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകരുത്. കൃത്യമായി തന്നെ ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്നുള്ള ഏറ്റവും ഗൗരവകരമായുള്ള ഒരു നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. അത് രേഖാമൂലം തന്നെയാണ് ദേവസ്വം ഓംബുഡ്സ്മാൻ 2016 നൽകിയത്. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും കോടികൾ മൂല്യം വരുന്ന ആ ഭൂമി എവിടെ, എങ്ങനെ എന്ന് പോലും ദേവസ്വം ബോർഡിന് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ദേവസ്വം ബോർഡ് അധികൃതരോട് ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് കൃത്യമായി തന്നെയുണ്ട്. ആരൊക്കെയാണ് ഈ ദേവസ്വം ഭൂമി അന്യാധീനപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, വലിയ മൂല്യങ്ങളുള്ള ഭൂമിയാണ്. 950 ഈ ദേവസ്വം ബോർഡുകൾ രൂപപ്പെട്ടതിന് ശേഷം ഈ ഭൂമികൾ കൈവശം വെച്ച് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ അധിനിവേശം ചെയ്യപ്പെട്ടത് അതൊരിക്കലും രാജഭരണ കാലഘട്ടങ്ങളിലല്ല, മറിച്ച് 950 ഈ 3 ദേവസ്വം ബോർഡുകൾ, കൊച്ചിൻ, മലബാർ, അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ചതിന് ശേഷം നഷ്ടപ്പെട്ടു പോയതാണ് ഈ 30,000 ഏക്കറിലധികം ദേവന്റെ ഭൂമി എന്നുള്ളത്. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണം, ഈ ഭൂമി തിരിച്ചുപിടിക്കണമെന്നതാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം. സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവാണ് ജനം TVയോട് പ്രതികരിച്ചത്. അരുൺ കൊടുങ്ങൂർ തുടരുകയാണ്. അരുൺ, ഈ ഓംബുഡ്സ്മാൻ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ കൈകളിലേക്ക് ഈ ഭൂമി പോയത് ഏറ്റവും വലിയ ക്രമക്കേടാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് ഓംബുഡ്സ്മാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ഭൂമി ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ കൈവശം ലഭിച്ചു തുടങ്ങിയ വിഷയങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ടല്ലോ? തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ്, വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് ഈ പാട്ടഭൂമി സ്വന്തം നിലയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ തർക്കഭൂമി എന്ന് വാദിക്കാനായി ഈ ഉടമസ്ഥാവകാശമുള്ള ആളുകളൊക്കെ തന്നെയും ആ ഉടമസ്ഥാവകാശം വ്യാജമായി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഏറ്റവും ഗൗരവകരമായൊരു ആരോപണമാണ് എല്ലാ കാലത്തും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാറി മാറി വന്ന സർക്കാരുകൾക്ക് കൃത്യമായി തന്നെ അറിയാവുന്നതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് കൃത്യമായി തന്നെ അറിയാവുന്നതാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി അറിയാവുന്നതാണ്.
അറിയാവുന്നതാണ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കോടികളുടെ മൂല്യമുള്ള ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതിൽ ഈ കുറ്റകരമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനാസ്ഥ കാണിക്കുന്നതെന്നുള്ള ഏറ്റവും ഗൗരവകരമായുള്ള ഒരു ചോദ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ നിരവധി പരാതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഈ ദേവസ്വം ബോർഡും സർക്കാരും ഈ വിഷയം കൈയൊഴിയുമ്പോൾ വ്യക്തികൾ ഹൈക്കോടതി അടക്കമുള്ളവ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അവരെ സഹായിക്കുന്ന നിലപാടുകൾ പോലും ദേവസ്വം ബോർഡ് സ്വീകരിച്ചില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ആ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ, അതോടൊപ്പം തന്നെ ദേവസ്വം അധികൃതരുടെ കയ്യിൽ, ഈ കേസുമായി മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൃത്യമായി ഈ രേഖകളൊക്കെ ഉണ്ട്. സെറ്റിൽമെന്റ് രജിസ്റ്ററാണ്, വെറും ഒരു രേഖയല്ല, ആധികാരികമായ രേഖയാണ്. ഈ രേഖകളടക്കം തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഈ വിവാദമായ ഈ ചെറുവള്ളി എസ്റ്റേറ്റിലേക്ക് എയർപോർട്ട് നിർമ്മിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു തരത്തിലുള്ള ഇടപെടലും, അത് തങ്ങളുടെ ഭൂമിയാണെന്ന് വാക്കാൽ പറയാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതുകൊണ്ട് തന്നെയാണ് സംശയം കൂടുതൽ ജനിപ്പിക്കുകയും ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയാണ് ഇവരുടെ കുറ്റകരമായ മൗനം എന്നുള്ളതാണ് നമുക്ക് എടുത്ത് ചോദിക്കാനുള്ളത്. പക്ഷേ ഒരു മറുപടിയും ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും നടപടിയിലേക്കൊക്കെ തന്നെ ദേവസ്വം ബോർഡ് പോകും എന്ന് ഉള്ള ഒരു അറിയിപ്പ് മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അത് വലിയ ചർച്ചയായിട്ടുണ്ട്, വലിയ വിവാദ വിഷയമായിട്ടുണ്ട്. എന്തായാലും ഔദ്യോഗികമായി കൃത്യമായുള്ള രേഖകൾ കയ്യിലുണ്ടായിട്ടും കോടികൾ, അതായത് 2000 കോടി രൂപയിലേക്ക് അധികമുള്ള ഈ ഭൂമി എന്തുകൊണ്ട് തിരിച്ചു ഇല്ല എന്നുള്ള രേഖകൾ കൃത്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാൾ വഴികൾ കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥരുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന ഒരു കാരണവശാലും ദേവസ്വം ബോർഡിന് വാദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രേഖ കൂടി ഈ ഒരു സമയത്ത് പുറത്തുവിടുന്നത്. 2016 അത് രേഖാമൂലം ഓംബുഡ്സ്മാൻ നൽകിയതാണ്. ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട്. ആ ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ആ 2016 തൊട്ട് ഇങ്ങോട്ടുള്ള കാലയളവിൽ 10 വർഷത്തേക്ക് എത്തുന്നു, ആ സമയത്ത് പോലും എന്തുകൊണ്ട് ഈ ഒരു നടപടി എടുക്കുന്നില്ല? ഇപ്പോൾ ഈ വിവാദ ഭൂമിയിലേക്ക് ചെറുവള്ളി എയർപോർട്ട് നിർമ്മിക്കാനുള്ള, അല്ലെങ്കിൽ എരുമേലി എയർപോർട്ട് നിർമ്മിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുമ്പോൾ ഈ അവകാശ തർക്കത്തെ തുടർന്ന് അയന ട്രസ്റ്റും അതോടൊപ്പം തന്നെ സർക്കാരും പാലാ കോടതിയിൽ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറുവിരൽ പോലും ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ട് ഈ ദേവസ്വം ഭൂമിയായ ഈ പ്രശ്നം ഒരു കോടതി വ്യവഹാരത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലും ദേവസ്വം ബോർഡ് കേസുമായി കോടതിയെ സമീപിക്കുന്നില്ല, ആ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആ വിഷയം കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്.